കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. കടലല്ല കരയല്ലേ കരയല്ല കടലല്ലേ കട്ടത്. കടലിന്റെ മക്കളാ കടലിന്റെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടലിന്റെ മക്കളാ കടലിന്റെ എന്ന് വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിന്റെ മക്കൾ കണ്ണുനീരും പട്ടിണിയും വിശപ്പുമായി ജീവിതത്തോടും മല്ലടിച്ച് തകർന്ന് പൊടിഞ്ഞു വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിന്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത്. അതുകൊണ്ടാണ് വേടന്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ കാലം കണ്ട ആധുനിക നവോത്ഥാനത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തുയർത്താൻ അഭിമാനം തോന്നുകയാണ്. കാരണം നാവില്ലാത്തവരുടെ ശബ്ദമാണ് ഈ കുട്ടി പറയുന്നത്. അവൻ പറഞ്ഞു, ഞാൻ തെരുവിന്റെ മോനാണ്. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നേ നിങ്ങൾ വേടനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വേടൻ പൊരിഞ്ഞ് പിടഞ്ഞ് അവഗണിതനായി, നിന്ദിതനായി, നിരാശ്രയനായി, ഏകാഗിയായി, ദരിദ്രനായി, എനിക്കിപ്പോഴും സ്വന്തം മണ്ണില്ല എന്ന് പറഞ്ഞു. പൂമല ഡാമിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എപ്പോഴും സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി തമ്പുരാന്മാരുടെ മുഖത്ത് കുത്തിയ ധീരതയുടെ പേരാണ് വേടൻ. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു പുല്ലുമില്ല. പുല്ല് എന്നല്ല വേടൻ പറഞ്ഞത്, കുറെ കൂടി ശക്തമായ വാക്കാണ്. ആ വാക്ക് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവനെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്.